ഹാപ്പി ക്രിസ്മസ് ഗൈസ്. അപ്പോൾ ഇന്നൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വ്ളോഗാണ് ഗൈസ്. നമ്മളിന്ന് ബോട്ടിൽ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കടൽ തീരത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് വിഴിഞ്ഞ ഓൾഡ് ചർച്ച്, ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് വെയിറ്റിംഗ് ആണ്. ബോട്ടിൻ്റെ ഡ്രൈവർ ഇതോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങോട്ട് കാണാം ഗൈസ്. ഗൈസ് നമ്മളെ ബോട്ട് വന്ന് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ബോട്ടിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മളെ ബോട്ട്, ഇതാണ് നമ്മളെ ഡ്രൈവർ ചേട്ടാ. ഇതാണ് പേരെന്തോന്ന് ചേട്ടാ? സതീഷ് എന്നാണ് ചേട്ടൻ്റെ പേര്. വള്ളത്തിൽ കയറിയിട്ടുണ്ട്, വള്ളത്തിൽ തന്നെ നിൽക്കുകയാണ്. വള്ളത്തോ കടലിലോട്ട് എടുക്കാനായിട്ട് പോവുകയാണ്. മെഷീൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കടപ്പുറത്തിനകത്ത് കിടന്ന് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2-3 നേരം കൂടെ പിക്ക് ചെയ്യാറുണ്ട്. പിക്ക് ചെയ്തിട്ട് നമ്മൾ പുറം കടലിലോട്ട് പോവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ കടപ്പുറം. അപ്പോൾ നമ്മൾ ഇത്രയും പേരും ഉണ്ട്. ഇനി ബാക്കിയുള്ളവരും കൂടെ കയറാറുണ്ട്. അപ്പോൾ നമ്മളെ ക്രൂ മെമ്പേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ വെയിറ്റിംഗ് ആണ് കയറാനായിട്ട്. നമ്മൾ അപ്പോഴേ തന്നെ ബോട്ട് എടുക്കും. നിശബ്ദത പാലിക്കേണ്ടതാണ്, എനിക്ക് സംസാരിക്കാനുള്ളതാണ്. എല്ലാം നമ്മളെ മേന്മാരാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ ഒരു പ്രാവശ്യം നമ്മൾ ഇതേപോലെ ക്രിസ്മസിന് കടലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുമ്പൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് പേര് കടലിൽ ഇതുപോലെ പോകുമായിരുന്നു. പിന്നെ ഒരുപാട് കടലിൽ ഇവിടെ ആക്സിഡൻറ്റും കാര്യമൊക്കെ ആയപ്പോൾ പിന്നെ കുറേവരൊക്കെ ഇങ്ങനെ കുറഞ്ഞ് പള്ളിയിൽ നിന്നൊക്കെ അറിയിപ്പൊക്കെ കൊണ്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് കടലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പോണതിന് പ്രശ്നമൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇത്ര പേരുണ്ട്. ഇതിൽ പലരും കടൽപ്പണിക്കൊക്കെ പോണവരാണ്. ഇതിലെല്ലാം ഏറെക്കുറെ പേരും ഇതിനു മുമ്പേ എല്ലാം ബോട്ടിലെല്ലാം കയറിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞതുകൊണ്ട് നമ്മളിതാ യാത്ര തുടങ്ങിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയും പേരുണ്ട്. ഇനി ആരും വരാനില്ല. ഇനി ബോട്ട് കടലിലോട്ട് പോയാൽ മതി. അപ്പോൾ നമ്മളെ വിഴിഞ്ഞ ബോട്ടിന് അകത്തുള്ള നമ്മളെ കടപ്പുറമാണ്. അപ്പോൾ കടപ്പുറത്തിനകത്താണ് നിൽക്കുന്നത്. ഞാൻ ചുറ്റി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. നല്ല വെയിലും ഉണ്ട്, എന്നാലും പൊളി കാറ്റാണ്. അത് വിഷയമില്ല, നമുക്ക് കടലിൽ പോയാൽ മതി. നമ്മളെ ക്രിസ്മസ് എൻജോയ്മെൻറ്റ് ഇതാണ്. കരയിൽ നിൽക്കണേക്കാട്ടി കടലിലാണ് ദൈവം തോന്നിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇതാണ് ഗൈസ്, വള്ളം വലയുന്നുണ്ട്. വള്ളം നന്നായിട്ട് വലയുന്നുണ്ട്. കാണുമ്പോൾ ഫീൽ ചെയ്യാൻ തോന്നുന്നു ഗൈസ്. ഇവിടെ ഇന്ന് ആരോ ജാക്കറ്റൊക്കെ ചോദിക്കുന്നുണ്ട് ഗൈസ്. ഒരു ജാക്കറ്റും 12 പേരും കൊണ്ട് നമ്മൾ
സ്റ്റാർട്ടിങ് എത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ വന്നിട്ട് വിഴിഞ്ഞ ബോട്ടാണ്. ഇവിടെ വന്ന് കാണാൻ പറ്റില്ല. ഒരു കണ്ടെയ്നർ ഷിപ്പൊക്കെ വരുന്നുണ്ട്. നമുക്ക് മാക്സിമം അടുത്തെത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. അപ്പൊ ഇതിന് പലരും അന്നില്ലായിരുന്നു. ഇതിന് അന്നില്ലാത്ത പലരും ഇന്നും ഉണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ആളെന്ന് പറയുന്നത് അവനാണ്. വേറൊരു മെയിൻ ആളെ ഏറ്റവും ബാക്കി ഇരിപ്പുണ്ട്. പൊളി എക്സ്പീരിയൻസ്. കാണാണ് MSCയുടെ ഷിപ്പ്. MSCയുടെ ഷിപ്പിന്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ കരയിൽ നിന്ന് ഷിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് കടലിൽ നിന്ന് ഷിപ്പ് കണ്ടിട്ടില്ല ഗൈസ്. ഫസ്റ്റ് ടൈം കാണുകയാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. എല്ലാവരും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. തിരിച്ച് നമ്മൾ കോവളത്തോട്ട് പോവുകയാണ്. അടുത്ത് കോവളം ബീച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ ലൈറ്റ് ഹൗസ് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ കോവളത്ത് വന്നിട്ട് കരയിൽ കയറ്റാനായിട്ട് പറ്റൂല എന്ന് പറഞ്ഞ് അവിടെ കുറച്ച് സേഫ്റ്റിൻ്റെ കാര്യമായിട്ട് അവിടെ കുറച്ച് ടൂറിസ്റ്റുകളും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കരയിലോട്ട് ബോട്ട് കയറ്റാനായിട്ട് പെർമിഷൻ ഇല്ല ഗൈസ്. ഇത് ഒന്നാമത് നമ്മൾ മത്സ്യബന്ധനത്തിലുള്ള ബോട്ടാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കോവളം കടലിൽ നിന്ന് കാണേണ്ട സാറിന് നമ്മൾ കരയിൽ നിന്നിട്ടാണ് കോവളം കാണുന്നത്. ഇപ്പോൾ കടലിൽ നിന്ന് ഞങ്ങൾ കോവളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസ് ബീച്ച്, ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് വന്നിട്ട് ബോട്ടിങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മളെ കൂട്ടത്തുള്ള 2-3 പേര് അവൻ്റെ അമ്മയൊക്കെ കണ്ട് കരയിലോട്ട് പോയിട്ടുണ്ട്. അവർ തിരിച്ചു പറഞ്ഞവരെ വെയിറ്റിംഗ് ആണ്. ബാക്കി കാണുന്ന ലൈറ്റ് ഹൗസ് ഇവിടെ നിന്നിട്ടാണ് വേവ് ഉണ്ടാവണത്. തിര ഇവിടെ വന്നിട്ട് തിര ഉണ്ടായതോ അങ്ങോട്ട് പോവുകയാണ്. ഭയങ്കര അലച്ചിലാണ് ബോട്ട്. ബോട്ട് സ്റ്റാർട്ടാക്കി പോവുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബോട്ട് അലയുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇത് സംഭവം ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഒരുപാട് നാളായി. നമ്മൾ കര പിടിച്ചിട്ടുണ്ട്. കരയെത്തിയിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. ഇനി കര ഇറങ്ങി കുളിക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാനും ബൈ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. നമ്മളെ കേരള ഗവൺമെൻറ് അല്ല, നമ്മൾ കോസ്റ്റൽ പോലീസ് പിടിച്ചെടുത്ത ഒരു ശ്രീലങ്കൻ ബോട്ടാണ് ഇത്. കുറച്ച് നാളായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അത് കാണിച്ചു തരാം.